എല്ലാരും കണ്ട് കൊതിക്കണ ചന്ദ്രനിൽ ആളുകൾ പോയിട്ടുണ്ട്. നീൽ ആംസ്ട്രോങ് എന്നൊരു വ്യക്തി ചന്ദ്രനിൽ ആദ്യം ഇറങ്ങിയിട്ടുണ്ട്. മാനത്തെ അതിശയമാമനെ നേരിട്ടങ്ങനെ കണ്ടവരുണ്ട്. ജൂലൈ 21 ചന്ദ്രനിൽ ആളു നടന്നിട്ടുണ്ട്. അപ്പോളോ 11 പോയിണ്ട്, കൂട്ടിനു 2 ആള് വേറെണ്ട്. US ഫ്ലാഗ് പറത്തിണ്ട്, പറയാനേ കഥയാണേറുണ്ട്. എഡ്വിൻ ആൽഡ്രിൻ ഇറങ്ങിണ്ട്, മൈക്കിൾ കോളിൻസും അവിടെയുണ്ട്. മനുഷ്യന്റെ ചെറിയൊരു കാൽവെപ്പ്, അത് മാനവരാശിയുടെ കുതിപ്പാണേ. ആകാശത്ത് സൗരയുധം ഒന്നുണ്ട്, 8 ഗ്രഹങ്ങൾ അതിലുണ്ട്. അതിലൊരു നീലഗ്രഹമുണ്ട്, അത് ഭൂമിയാണെന്നും അറിയണ്ടേ. സൗരയുധ കേന്ദ്രം സൂര്യനുണ്ട്, സൂര്യനു ചുറ്റും ഗ്രഹങ്ങളുണ്ട്. ഭൂമി എന്ന ഗ്രഹത്തിൽ ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്നും അറിയണ്ടേ. എല്ലാരും അറിഞ്ഞിരിക്കണം ISRO എന്നൊരു നാമം, ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി തന്നെ നാമം ഇതല്ലോ. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം ചാന്ദ്രയാൻ എന്നൊരു പേരിൽ ബഹിരാകാശ യാത്ര നടത്തിയതാദ്യം റഷ്യയുടെ യൂറി ഗഗാറിൻ. ഭാരതത്തിൽ ആളുകൾ പോയിട്ടുണ്ട്, രാകേഷ് ശർമ്മ പോയിട്ടുണ്ട്, കൽപ്പന ചൗളയും പോയിട്ടുണ്ട്. കഥയാണേൽ പറയാനേറുണ്ട്. കൃത്രിമ ഉപഗ്രഹമേറേണ്ട്, സ്പുട്നിക് 1 ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. കൽപ്പന 1 ആര്യഭട്ട എന്നുണ്ട്, എഡ്യൂസാറ്റ് എന്നൊന്നുണ്ട്. ഇവയെല്ലാം ഇന്ത്യയുടെ സ്വന്തം താൻ. ചന്ദ്രനെ കുറിച്ചുള്ള പഠനമുണ്ട്, അത് സെലനോളജി എന്നൊന്ന്. ബഹിരാകാശത്താദ്യം എത്തിയ വനിത വാലന്റീന തെരഷ്കോവ. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവയിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു. ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ജൂലൈ 21 നാം ചാന്ദ്രദിനം ആഘോഷിക്കുന്നത്.